ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് സാംസ്കാരിക നഗരി. ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശൂരിലേക്കാണ് പോവുക. തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. നഗരത്തിലും പ്രധാനമന്ത്രി വരുന്ന വഴികളിലും 3000-ൽ-അധികം പോലീസുകാരെ വിന്യസിപ്പിക്കും. വൻ സുരക്ഷയാണ് ഒരുക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് കുട്ടനെല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി 2:15 സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. തുടർന്ന് നായ്ക്കനാൽ വരെ 1.5 കിലോമീറ്റർ റോഡ് ഷോ. അതിനുശേഷം മഹിളാ സമ്മേളന വേദിയിലേക്ക് എത്തി സംസാരിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ BJP നേതാക്കളും ബീന കണ്ണൻ, ഡോക്ടർ MS സുനിൽ, വൈക്കം വിജയലക്ഷ്മി, ഉമാ പ്രേമൻ, മറിയക്കുട്ടി, മിന്നുമണി, ശോഭന എന്നിവർ പങ്കെടുക്കും. 7 ജില്ലകളിൽ നിന്നുമുള്ള 2 ലക്ഷം വനിതകൾ സമ്മേളനത്തിന്റെ ഭാഗമാകും. പിണറായി വിജയന്റെ ബ്രാൻഡ് കേരളയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ശോഭന. കേരളീയത്തിന്റെ ഉദ്ഘാടനത്തിൽ പിണറായിക്കൊപ്പം ശോഭനയും വേദി പങ്കിട്ടിരുന്നു. അന്ന് മമ്മൂട്ടിയും മോഹൻലാലും ശോഭനയും അടക്കമുള്ളവരാണ് കേരളീയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന പ്രഖ്യാപനവും നടത്തി. ഈ ശോഭനയാണ് BJPയുടെ പ്രചാരണത്തിലും ഭാഗമാകുന്നത്. ശക്തന്റെ മണ്ണിലെ മോദിയുടെ വരവ് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ ചർച്ചയാകും. സുരേഷ് ഗോപിക്കെതിരായ ജാമ്യമില്ലാ കേസും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഫ്ലെക്സ് ബോർഡുകൾ മാറ്റിയ വിവാദവുമെല്ലാം മോദിയുടെ വരവിന്റെ രാഷ്ട്രീയ പ്രശസ്തി കൂടി ചർച്ച ചെയ്യും. ശോഭനയുടെ സാന്നിധ്യം സമ്മേളനത്തിലെത്തുന്ന പാർട്ടി പ്രവർത്തകർക്ക് ആവേശമാകും. അതിനിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് വിശദീകരിച്ചുകൊണ്ട് ചുവരെഴുത്തുകൾ തൃശൂരിൽ തകൃതിയായി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോദിയുടെ വരവ് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാകും. ജാമ്യമില്ലാ കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ വേണമെങ്കിൽ പോലീസിന് അറസ്റ്റും ചെയ്യാം. ഈ അറസ്റ്റ് ഭീഷണിയിലും മോദിക്കൊപ്പം സുരേഷ് ഗോപി വേദി പങ്കിടും എന്നാണ് സൂചന. നേരത്തെ തൃശൂരിൽ അമിത്ഷാ വമ്പൻ റാലി നടത്തിയിരുന്നു. അന്ന് സുരേഷ് ഗോപിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷമാണ് അമിത്ഷാ പ്രസംഗിച്ചത്. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് BJP നൽകുന്ന പ്രാധാന്യത്തിനുള്ള തെളിവായിരുന്നു അമിത്ഷായുടെ വേദിയിലെ ഇടപെടലുകൾ. തൃശൂരിൽ സുരേഷ് ഗോപിയാകും താമര ചിഹ്നത്തിൽ മത്സരിക്കുമെന്നത് അന്ന് തന്നെ ഉറപ്പായിരുന്നു. മോദിയുടെ വരവ് പ്രചാരണത്തിന് മുൻപുള്ള ഔദ്യോഗിക തുടക്കമായിട്ട് മാറും. മോദിയും സുരേഷ് ഗോപിയും തന്നെയാകും പ്രധാന ആകർഷണങ്ങൾ. കൊച്ചിയിൽ റോഡിലൂടെ നടന്ന മോദിയെ തൃശൂരിൽ സുരക്ഷാ സേന അതിന് അനുവദിക്കുമോ എന്നതാണ് ഇനി നിർണായകം. അങ്ങനെ നടന്നാൽ മോദിക്കൊപ്പം സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. ക്രൈസ്തവ സഭയുടെ പിന്തുണ BJP ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകളോട് കേന്ദ്ര സർക്കാരിന്റെ മാറുന്ന നിലപാടുകൾ തൃശൂരിലും ചർച്ചയാണ്. എന്നാൽ മണിപ്പൂരിനെ കുറിച്ച് മോദി ഒന്നും പറയാൻ സാധ്യതയില്ല. ശബരിമലയിലെയും തൃശൂർ പൂരത്തിലെയും ദേവസ്വം ബോർഡുകളുടെ നിലപാടുകളും മോദി ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പൂരം സംഘാടകരും പ്രതീക്ഷയോടെയാണ് മോദിയുടെ വരവിനെ കാണുന്നത്. അതീവ സുരക്ഷയാണ് തൃശൂരിലുള്ളത്. നഗരത്തിന്റെ മുക്കിലും മൂലയിലും പോലും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷണത്തിലാണ്. കേരളത്തിൽ ചർച്ചയാക്കാൻ BJP ആഗ്രഹിക്കുന്ന വിഷയങ്ങളെല്ലാം അവർക്ക് നൽകിയത് CPIM നേതാക്കളാണ്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ പിന്നീട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് പോലും രാഷ്ട്രീയ പ്രതികാരമായി BJP വ്യാഖ്യാനിക്കും. ക്രൈസ്തവരെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന മോദിക്ക് വലിയ ഊർജമാണ് മന്ത്രി സജി ചെറിയാന്റെ രോമാഞ്ചം വിമർശനം നൽകുന്നത്. തൃശൂർ പൂരത്തിന് അനാവശ്യമായി വിവാദമുണ്ടാക്കിയതും CPIMന് സ്വാധീനമുള്ള കൊച്ചി ദേവസ്വം ബോർഡാണ്. തീർത്തും അനാവശ്യമായിരുന്നു തൃശൂർ പൂര വിവാദം. മുഖ്യമന്ത്രി ഇടപെട്ട് ഇത് പരിഹരിച്ചു. അപ്പോഴും BJPക്ക് ചർച്ച ചെയ്യാൻ അതൊരു സുവർണ അവസരമായി. 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തുന്നത്. റോഡ് ഷോയും പൊതുസമ്മേളനം അടക്കമുള്ള പരിപാടികളിലായി 2.5 മണിക്കൂറോളമായിരിക്കും അദ്ദേഹം ചെലവഴിക്കുക. 3 മണിക്കൂർ ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപാഡിലായിരിക്കും പ്രധാനമന്ത്രി എത്തുക. തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. BJP നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രി സമീപവും സ്വീകരണം ഒരുക്കുന്നുണ്ട്. 3:30 സ്വരാജ് റൗണ്ടിൽ എത്തുന്നത് മുതൽ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്കുള്ള 1 കിലോമീറ്ററാണ് റോഡ് ഷോ. 4:15 പൊതുസമ്മേളനം. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും. 5:30 ആണ് പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര. സുരേഷ് ഗോപിക്കുള്ള സ്ഥാനാർത്ഥി സന്ദേശം തൃശൂരിൽ മോദി നേരിട്ട് നൽകും. സുരേഷ് ഗോപിയെ BJP സുരേഷ് ഗോപി ജയിക്കണമെന്ന ആവശ്യമാകുമ്പോൾ ശക്തന്റെ മണ്ണിൽ പ്രധാനമന്ത്രി ചർച്ച ചെയ്യുക. ലോക്സഭാ തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കായി ചുവരെഴുത്ത് തുടങ്ങിയതും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ന് മോദിയുടെ വരവിനോടനുബന്ധിച്ച് തൃശൂർ സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാവർക്കും അവധി നൽകിയിരിക്കുകയാണ്. എന്തായാലും നരേന്ദ്രമോദിയുടെ വരവും സുരേഷ് ഗോപിയുടെ മത്സരവുമെല്ലാം ചൂടുപിടിക്കുന്ന ഇക്കാലത്ത് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം.